പ്രിയപ്പെട്ട കൂട്ടുകാരെ, 2024-25 അധ്യയന വർഷത്തിലെ അത്യുജ്വലമായ സ്കൂൾ പാർലമെന്റിന് വേണ്ടിയുള്ള പോരാട്ടം ശ്രീ വെണ്ടാർ വിദ്യാധിരാജയിൽ നടക്കുന്നു. അന്നേ ദിവസം നിങ്ങളുടെ വിലയേറിയ സംവിധാനാവകാശം വിനിയോഗിക്കണമേ എന്ന് താഴ്മയായി അപേക്ഷിച്ചുകൊള്ളുന്നു. ഹലോ ഗൈസ്, ഞാൻ നിങ്ങളുടെ സ്വന്തം കല്ലു. എല്ലാവർക്കും കല്ലൂസ് ബ്യൂട്ടിയിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങളുടെ സ്കൂളിലൊരു വിശേഷമുണ്ട്. എന്താണെന്നാണ്, ഇന്ന് ഞങ്ങളുടെ സ്കൂളിൽ എലക്ഷൻ ഉണ്ട് കേട്ടോ. അപ്പം നമുക്ക് ഇനി സ്കൂളിലെ വിശേഷങ്ങളാണ്, എലക്ഷൻ വിശേഷങ്ങളാണ്. ഞങ്ങളുടെ സ്കൂളെന്ന് ഉദ്ദേശിച്ചത് വെണ്ടാർ SVMHS ആണ്. അപ്പം നമുക്ക് സ്കൂളിലെ വിശേഷങ്ങൾ കാണാം. വിദ്യാധിരാജ സ്കൂളിലെ ഇലക്ഷൻ മാതൃകയിൽ നടന്ന ആദ്യത്തെ ഇലക്ഷനായിരുന്നു. ഞങ്ങൾക്ക് വളരെയധികം സന്തോഷവും അഭിമാനവും തോന്നുന്നൊരു നിമിഷമായിരുന്നു. ഇന്ന് ഞങ്ങൾ കുട്ടികൾ തന്നെയായിരുന്നു ഈ ഇലക്ഷൻ ക്രമീകരിച്ചത്, നിയന്ത്രിച്ചത്. സോഷ്യൽ സയൻസ് ക്ലബ്, NCC, ലിറ്റിൽ കൈറ്റ്സ് തുടങ്ങിയ സംയുക്തമായി ഞങ്ങളെല്ലാം പ്രവർത്തിച്ച ഒരു ഇലക്ഷനായിരുന്നു. ഞങ്ങൾക്ക് എല്ലാവർക്കും, സ്കൂളിലെ എല്ലാ കുട്ടികൾക്കും ഒരേപോലെ പങ്കെടുക്കാനും അതേപോലെ നല്ലപോലെ മനസ്സിലാക്കാനും ഈ ഇലക്ഷനിലൂടെ സാധിച്ചു. 3 ബൂത്തുകളായിരുന്നു ഉണ്ടായിരുന്നത്. ഞങ്ങൾ കുട്ടികൾ തന്നെയായിരുന്നു പ്രിസൈഡിങ് ഓഫീസർ, പോളിംഗ് ഓഫീസർ 1, 2, 3 അങ്ങനെയുള്ള സ്ഥാനങ്ങളിലെല്ലാം ഇരുന്നത്. ഞങ്ങളുടെ ടീച്ചർമാരായാലും HM ഞങ്ങളെല്ലാവരും ഒരേപോലെ നിന്നൊരു ഇലക്ഷനായിരുന്നു. വളരെ നല്ലൊരു അനുഭവമായിരുന്നു. അതിന് ഞങ്ങൾ സ്കൂളിനോടും ഗവൺമെൻറ്റിനോടും എല്ലാവരും നന്ദി പറഞ്ഞു. ഇന്ന് ഞങ്ങളുടെ സ്കൂളിൽ ഇലക്ഷനായിരുന്നു, പാർലമെൻറ്റ് ഇലക്ഷനായിരുന്നു. പക്ഷേ ഞങ്ങൾക്ക് അതിനുള്ള കുറേ അധികം ഉപകാരങ്ങളും അതുപോലെ തന്നെ കുറേ അധികം കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിച്ചു. അപ്പോൾ മുതിർന്നവർ എങ്ങനെയാണ് വോട്ടെടുത്തത് എന്നാണ് ഞങ്ങൾക്ക് അധ്യാപകർ പറഞ്ഞത്. അതിനുവേണ്ടി ഞങ്ങൾക്ക് നേരിട്ട് കണ്ട് മനസ്സിലാക്കാൻ പറ്റി. ഞങ്ങൾക്ക് കൂടെ ഞങ്ങൾ തന്നെ മുതിർന്നവർ വോട്ടിടുന്ന രീതിയിൽ വോട്ടിടാൻ പറ്റി. അപ്പം ഞങ്ങൾ വോട്ടിടുമ്പോൾ അതിനകത്തൊരു ബീപ്പ് ശബ്ദം കേൾക്കുന്നത്, ആ ശബ്ദം വളരെ രസകരമായിരുന്നു. കൈ മഷി പുരട്ടിയപ്പോഴെല്ലാം ഞങ്ങൾക്ക് വളരെയധികം രസകരമായി തോന്നി. നല്ല രസമായിരുന്നു. ഞങ്ങൾക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലാക്കാൻ അധ്യാപകർ നമ്മളെ സഹായിച്ചു. ഫസ്റ്റ് പോളിംഗ് ഓഫീസർ, സെക്കൻഡ് പോളിംഗ് ഓഫീസർ, തേർഡ് പോളിംഗ് ഓഫീസർ ഇവരെല്ലാം ചെയ്യുന്ന ധർമ്മങ്ങൾ എന്താണെന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റി. അങ്ങനെ വളരെയധികം നേട്ടങ്ങൾ ഞങ്ങൾക്ക് ഇതിലൂടെ കൈവരിക്കാൻ സാധിച്ചു. ലിറ്റിൽ കൈറ്റ്സിൻ്റെയും സോഷ്യൽ സയൻസ് ക്ലബിൻ്റെയും നേതൃത്വത്തിലായിരുന്നു ഇന്നത്തെ ഇലക്ഷൻ. പൂർണ്ണമായും കുട്ടികൾ തന്നെ സ്വന്തമായി ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിലൂടെയായിരുന്നു ഇന്ന് വോട്ട് ചെയ്തിരുന്നത്. ഇന്ന് ഞങ്ങൾക്ക് കിട്ടിയൊരു ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ കിട്ടിയൊരു വളരെ നല്ലൊരു അനുഭവമായിരുന്നു. എന്ന് മുതിർന്നവരെ പോലെ തന്നെ ഞങ്ങൾക്ക് വോട്ട് ചെയ്യാനും കയ്യിലും മഷി വരട്ടാനും ഒക്കെ സാധിച്ചു. അത് വളരെ നല്ലൊരു അനുഭവമായി, ഒരു ബ്ലെസ്സിങ് ആയി കാണുന്നു. വോട്ടിങ് നല്ല ഇതായിരുന്നു. എങ്ങനെയാണോ റിയാലിറ്റിയിൽ എങ്ങനെയാണോ വോട്ട് ചെയ്യുന്നത് അതേ കണക്ക് തന്നെയായിരുന്നു നമ്മൾ സ്കൂളിലും വോട്ട് ചെയ്തത്. ആ വോട്ടിംഗ് മെഷീനൊക്കെ നല്ലതായിരുന്നു. ആ സൗണ്ടൊക്കെ വളരെ രസകരമായിരുന്നു. നല്ലതായിരുന്നു വോട്ടിങ്. ഞങ്ങളുടെ ലൈഫിൽ മെമ്മറബിൾ ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു ഇത്. 18 വയസ്സിന് മുമ്പ് ഇങ്ങനെയൊക്കെ ചെയ്യുന്ന തന്നെ ഒരു എക്സ്പീരിയൻസ് ആണ്. സത്യം പറഞ്ഞാൽ ഭയങ്കര സന്തോഷമുണ്ട് അതിലുപരി. എന്നാൽ താങ്ക് യു എല്ലാവരോടും.
ഞങ്ങളുടെ ലൈഫിൽ ഏറ്റവും മറക്കാൻ പറ്റാത്തൊരു ദിവസമായിരുന്നു ഇന്ന്. വെണ്ടാർ ശ്രീ വിദ്യാധിരാജ് ഇന്ന് ഒരുക്കിയ ഇലക്ഷൻ വളരെയധികം ഞങ്ങൾക്ക് ഇലക്ഷൻ എന്താണെന്ന് മനസ്സിലാക്കാൻ സാധിച്ചത് ഞങ്ങൾക്ക് വളരെയധികം സന്തോഷം തോന്നുന്നുണ്ട്. ആ കയ്യിൽ മഷി പുരട്ടുന്നതിനോടുള്ള ആ അനുഭവം ഞങ്ങൾക്ക് 18 വയസ്സിന് മുമ്പ് കിട്ടിയത് വളരെ നന്നായി കാണുന്നു. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു മൊത്തത്തിൽ ഇത്. ഞങ്ങൾ കുട്ടികൾക്ക് ക്ലാസ് രൂപത്തിൽ നടന്ന ഇലക്ഷനിലായിരുന്നു ഏറ്റവും കൂടുതൽ കാര്യങ്ങളായിട്ട് അറിയാൻ സാധിച്ചിരുന്നത്. പക്ഷേ ഇത് ഞങ്ങളുടെ വിദ്യാധിരാജ സ്കൂളിൽ നടത്തിയ ഇലക്ഷൻ ഞങ്ങൾക്ക് വളരെ അനുഭവകരമായിട്ടാണ് തോന്നിയത്. 3 ബൂത്തുകളിലായിട്ട് നടത്തിയ ലിറ്റിക് കൈറ്റ്സ്, NCC, അതുപോലെ തന്നെ സോഷ്യൽ സയൻസ് ക്ലബ്ബ്, അതുപോലെ തന്നെ കയ്യിൽ മഷി പരത്തുന്ന പരിപാടികളെല്ലാം വളരെ അനുഭവകരമായിരുന്നു. ഞങ്ങൾക്കിത് വലിയൊരു നല്ല അനുഭവകരമാണ് ജീവിതത്തിൽ. ിന്റെയും അതുപോലെ തന്നെ NCC കാഡറ്റ്സിൻ്റെയും കുറേ കഠിനാധ്വാനത്തിലൂടെയാണ് ഇതിവിടെ നടത്തിച്ചത്. അതുപോലെ തന്നെ ഞങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും നല്ലൊരു കാര്യമായിട്ടാണ് ഞങ്ങൾ നിൽക്കുന്നത്. അതുപോലെ തന്നെ ഇത് ഞങ്ങൾക്ക് കയ്യിൽ ഇതുപോലെ മഷി പുരട്ടാനും എല്ലാത്തിനും ഞങ്ങളെ സഹായിച്ച സ്കൂളിനും എല്ലാവർക്കും നന്ദി. ഗൈസ്, ഞാനും അങ്ങനെ 10ാമത്തെ വയസ്സിൽ വോട്ട് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ മറക്കാൻ പറ്റാത്ത അനുഭവമാണ്. അമ്മ ഇങ്ങനെ വോട്ടിടാൻ പോകുമ്പോൾ ഞാൻ അമ്മ എടുത്ത് ചോദിക്കും, അമ്മ എങ്ങനെയായി വോട്ടിടുന്നതെന്ന് പറഞ്ഞു തരും. അമ്മ പറഞ്ഞു തരും, പക്ഷേ എനിക്കതൊന്നും മനസ്സിലാവത്തില്ല. അപ്പോൾ ഇന്ന് ഞാൻ കണ്ടു ഗൈസ് ഇത്. അപ്പം ഞങ്ങൾ കുട്ടികൾക്ക് ഇത് അവസരം ഒരുക്കി തന്ന HMനും ടീച്ചേഴ്സിനും വെണ്ടാർ സ്കൂളിനും ഞാൻ വളരെയധികം നന്ദി രേഖപ്പെടുത്തുന്നു. അപ്പോൾ ഇത്രയുള്ള വീഡിയോ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടണമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ബൈ.